ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെറിയ മത്തി, നമ്മുടെ നാട്ടിലെ ചെറിയ ചാളമീൻ ഉണ്ടല്ലോ, അത് മുളകിട്ട് കറി വയ്ക്കാം. അതിനായിട്ട് എണ്ണ ഒഴിച്ചു, കടുവിട്ടു, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞത് എല്ലാം ചേർത്ത് നല്ലതായിട്ട് ഇളക്കണം. നല്ലൊരു ബ്രൗൺ നിറമാവുന്ന വരെ നല്ലതായിട്ട് ഇളക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ്. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് നല്ലതായിട്ട് ഇളക്കി നല്ലതായിട്ട് വഴലും. അതിൻ്റെ കറിയുടെ ഓരോരോ പരുവങ്ങളനുസരിച്ച് ചേർത്താലേ കറിക്ക് ടേസ്റ്റ് വരുത്തും. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഞാനൊരു 1.5 സ്പൂണും കുറച്ചേറെ മല്ലിപ്പൊടി ചേർക്കണം. ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടിയുടെ ഇരട്ടി മല്ലിപ്പൊടി ചേർക്കണം. അപ്പോൾ എരിയെ അത് കൺട്രോൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് ഇത്ര ഇട്ടിട്ട് നല്ല ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യും. പിന്നെ അതിനകത്തേക്ക് ഉലുവപ്പൊടി ചേർക്കും. ഉലുവപ്പൊടി അതിൻ്റെ ഹൈലൈറ്റാണ് ഏത് മീൻ കറിക്ക്. നല്ലതായിട്ട് പച്ചമണം മാറി അതൊരു ആകുമ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യും. തീയൊക്കെ കുറച്ച് നേരം ഇടാവും. തീ നല്ലതായിട്ട് കുറച്ച് ഇട്ടിട്ട് നമ്മൾ അതിനകത്തേക്ക് കഴുകി വെച്ചിരുന്ന പുളിയും അതിൻ്റെ ഗ്രേവിയും കൂടെ അതിലോട്ട് ഒഴിക്കണം. കഴുകി വൃത്തിയാക്കി വെച്ച പുളിയാണ്, തോട്ടുപുളി. ഒരു 4 പീസ് ഇട്ട് കുതിർത്ത് ഞാൻ പുളി ചെറുതായി കിറുക്കിരി എടുത്ത് നല്ല വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഗ്രേവിക്കകത്ത് പുളി ഇറങ്ങി നല്ല ഇതായിരിക്കും. അതോടെ ഒഴിച്ച് ആ വെള്ളത്തിൽ തന്നെ അത് നല്ലതായിട്ട് കുറുകി വരുന്ന വരെയും നല്ലതായിട്ട് ഇളക്കണം. ഈ സമയത്ത് നമ്മളൊരു 1/2 സ്പൂൺ ഉപ്പൂടെ ചേർത്തേക്കണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചെറിയ മത്തി അതിലേക്കിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതിലേക്കിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ചെറിയ മത്തി, ഞാനത് അങ്ങനെ കഷ്ണിച്ചൊന്നുമില്ല, തനിയായിട്ടത് എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന ഒരു മീൻകറി സ്റ്റൈലാണ്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ഐഡിയയ്ക്ക് ഉപ്പിട്ടിട്ട് പിന്നെ നമ്മൾ തിളച്ചെല്ലാം വരുമ്പോൾ നല്ലതായിട്ട് ഒന്നുകൂടെ ഉപ്പും പുളിയും നോക്കി അതിലേക്ക് ഇത് ചെയ്യാവുന്നതാണ്. തിളച്ചെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിനും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നല്ല പറ്റിയ കറി വെച്ച് വെച്ചാൽ ഇന്ന് കറി വെച്ച് വെച്ചാൽ നാളെയും നല്ലതായിട്ട് യൂസ് ചെയ്യും. ഇനി കരണ്ടിയെല്ലാം ഇട്ട് എടുക്കുമ്പം ഒരു സൈഡിൽ നിന്ന് എടുക്കാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ശകലം പച്ച കറിവേപ്പിലയും കൂടെ ഞാനതിലേക്ക് ഇടുന്നത്. അത് ഒരു ഫ്ലേവറാണ്, ടേസ്റ്റാണത്. അതിൻ്റെയൊക്കെ ഒരു മണവും ഗുണവും കറിക്ക് വളരെ ഒരു ഇത് നൽകും. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.